ഇത് ഒരു ബജാജ് M80 അല്ല, ഇത് ഹീറോ ഹോണ്ടയുടെ ആ കാലത്തെ വളരെ കൺവീനിയൻറ്റും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനോട് കൂടി ഇറക്കിയ ഒരു റോഡ് ബൈക്കാണ്. ഇതൊരു ഗിയർലെസ് ബൈക്കല്ല കേട്ടോ, ഗിയറുണ്ട് പക്ഷേ ക്ലച്ച് ഇല്ല. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് ഹ്യുണ്ടായുടെ IMT എന്ന് പറയുന്ന മോഡൽ. ക്ലച്ച് ഇല്ല, മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇത് കാലങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. 97 ലോഞ്ച് ചെയ്ത ഹീറോ ഹോണ്ട സ്ട്രീറ്റ്. ഇന്ന് നമുക്ക് ഇതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ നോക്കാം. നമസ്കാരം, വെലോസിറ്റിയിലേക്ക് സ്വാഗതം. ആയിരത്തി 1997 ഹീറോ ഹോണ്ട സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ വാഹനം ലോഞ്ച് ചെയ്തത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹോണ്ട കബ്, അതായത് പല മാർക്കറ്റ്സിലും വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന കബ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ആ കാലത്താണ് ബജാജിൻ്റെ M50, M80 പോലെയുള്ള ബൈക്സ് വളരെ പോപ്പുലർ ആയിരുന്നു. അത് ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഒരു കോമൺ മാൻസ് വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു വർക്ക് ഹോഴ്സ് ആയിട്ട് ഒക്കെ യൂസ് ചെയ്തിരുന്ന വാഹനം. നമുക്ക് അറിയാം, ആ കാലത്ത് മീൻ വിൽപ്പനയ്ക്കും പച്ചക്കറി ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒരു ട്രാൻസ്പോർട്ട് ഉപാധി എന്നുള്ളതിനേക്കാളും കൂടുതൽ ലഗേജ് ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതലുണ്ടായിരുന്ന ഒരു വാഹനമായിരുന്നു ബജാജ് M80. ഇതിൻ്റെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ അതിനോട് സാദൃശ്യം തോന്നിയിരുന്നു. പക്ഷേ ഹീറോ ഹോണ്ട സ്ട്രീറ്റ് അതല്ല, ശരിക്കും ഒരു പാസഞ്ചർ വെഹിക്കിൾ തന്നെയായിരുന്നു. വളരെ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമായിരുന്നു സ്ട്രീറ്റ്. ഹീറോ ഹോണ്ടയുടെ പ്രൈസിങ് ഓൾവേസ് കുറച്ച് ഓൺ ദ ഹയർ സൈഡാണ്. ഈ M80 എന്ന് പറയുന്ന ആ ഒരു വാഹനം കേരളത്തിൽ മത്സ്യക്കച്ചവടക്കാർ വളരെ പോപ്പുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് തന്നെയല്ല, ഒരു ചാനലിലൊരു പ്രോഗ്രാം തന്നെ ഉണ്ടായിരുന്നു, M80 മൂസ എന്ന് പറഞ്ഞ്. അതിലൂടെ ആ വണ്ടി ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഫെമിലിയർ ആണ്. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒൺലി ഡിസൈൻ മാത്രമേ കുറച്ച് അതുമായിട്ട് സിമിലാരിറ്റി ഉള്ളൂ. ഇതിന് റോട്ടറി ക്ലച്ച് എന്നാണ് പറയുന്നത്. റോട്ടറി ക്ലച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണെന്ന്, പക്ഷെ ഇത് സ്റ്റേബിളായിട്ട് ഇരിക്കും. അപ്പം ഗിയർ എൻഗേജ് ചെയ്യണമെങ്കിൽ ഡീക്ലച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം ഇതിന് ക്ലച്ച് ഇല്ല. ഹീറോ ഹോണ്ട സ്ട്രീറ്റ് 97 ലോഞ്ച് ചെയ്യുന്നത്. ഇത് ഹീറോ ഹോണ്ടയുടെ തികച്ചും പ്രൂവൺ ആയിട്ടുള്ള എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. 97.2 cc 6.5 bhp കരുത്തുള്ള ആ എഞ്ചിൻ. പക്ഷേ ഇതിൻ്റെ ട്യൂണിങ്ങിലൊക്കെ അല്പം വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആണ്. അതേപോലെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ടാലും നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അന്നത്തെ കാലത്ത് ഈ വാഹനത്തിന് സെൽഫ് സ്റ്റാർട്ടൊക്കെ പോലെയുള്ള വളരെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു ഏർബൻ ട്രാൻസ്പോർട്ടിന് വളരെ ഉചിതമായിട്ടുള്ള ഒരു വാഹനമാണ്. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ ഇത് വളരെ പോപ്പുലറാണ്. ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ തായ്ലൻഡും ഇന്തോനേഷ്യയും പോലെ ഭയങ്കര ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ ഇതുപോലത്തെ വാഹനങ്ങൾ, എക്സാക്ട്ലി ഹീറോ ഹോണ്ട അല്ലെങ്കിൽ ഹോണ്ട സ്ട്രീറ്റ് അല്ല, പല വാഹനങ്ങളും ഇതിനോട് സിമിലർ ഡിസൈൻ ആയിട്ടുള്ളതാണ്. ജക്കാർത്ത, ബാങ്കോക്ക് പോലെയുള്ള സ്ഥലങ്ങൾ പിന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ പോകാൻ തന്നെ 1.5-2 മണിക്കൂർ എടുക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ വാഹനങ്ങൾ വളരെ പോപ്പുലറാണ്. അപ്പോഴൊരു ചോദ്യം ഉണ്ടാവും, ഇന്ത്യയിൽ ഇതെന്താ ക്ലിക്കാകാത്തതെന്ന്. M80, M50 കണ്ട് പരിചിതമായ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ഇതിൻ്റെ പ്രൈസ് തന്നെയായിരുന്നു ഒരു പ്രശ്നം. നമുക്കെല്ലാം അറിയാം, ഹീറോ ഹോണ്ടയുടെ പ്രൈസിങ് കുറച്ച് അപ്പർ സൈഡാണ്. ഇന്ത്യയിൽ 4 സ്ട്രോക്കിൻ്റെ ഒരു പയനിയർ എന്ന് തന്നെ വിളിക്കാം നമുക്ക് ഹീറോ ഹോണ്ടയെ. ആ കാലത്ത് 2 സ്ട്രോക്ക് ബൈക്കുകൾ അടക്കി വാണിരുന്ന ആ ഒരു മാർക്കറ്റിൽ അവർ 4 സ്ട്രോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിച്ചു. ഫിൽ ഇറ്റ്, ഷട്ട് ഇറ്റ്, പോക്കറ്റ് ഇറ്റ്. അതായിരുന്നു ഹീറോ ഹോണ്ടയുടെ ഒരു USP എന്ന് പറയാനായിട്ട്. ഇതിന് റോട്ടറി ക്ലച്ച് സിസ്റ്റം എന്നാണ് പറയുന്നതെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗിയർ സിസ്റ്റമാണ്. അതായത് നമ്മളിപ്പോൾ മറ്റുള്ള ബൈക്സിലൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1st, 2nd, 3rd, 4th, അത് കഴിഞ്ഞ് പിന്നെ ഡൗൺ ചെയ്യുന്ന മുകളിലോട്ടാണ് അല്ലേ.
ഇത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് കഴിഞ്ഞ് പിന്നെ ചവിട്ടി കഴിഞ്ഞാൽ ന്യൂട്രൽ ആവും, പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്, അങ്ങനെ കണ്ടിന്യൂസ് ഒരു സൈക്കിളാണ്. അത് പലപ്പോഴും ഒരു റൈഡർ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. നമ്മൾ ഏത് ഗിയറിലാണ് പോകുന്നത് എന്നുള്ളത് ചില സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. ഇതിൻ്റെ ക്ലസ്റ്ററിൽ ടോപ്പ് ഗിയർ എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേഷൻ ഗ്ലോ ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഗിയറിലാണ്, ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഫോർത്തിൽ നിന്ന് പിന്നെയും നമ്മൾ ഗിയർ എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ന്യൂട്രലിലേക്ക് പോകും. നമ്മളിപ്പോൾ ഡൗൺ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ അത് അക്കോർഡിംഗ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് മാത്രമല്ല വളരെ ലെജിബിൾ ആണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കളർ കോൺട്രാസ്റ്റ്, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ വളരെ ഈസിലി നമുക്കത് കാണാൻ പറ്റും. ഇതിലെ ഡിജിറ്റ്സ് ആയാലും ഇതിലെ വേർഡ്സ് ആയാലും. ഇത് പ്രിക്കോളിൻ്റെ ഒരു മീറ്റർ ക്ലസ്റ്റർ ആണ്. ഇതിൻ്റെ ഈ ഹാൻഡിലിൻ്റെ മിഡ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റിക്കർ കാണാം. ഇത് ആ റോട്ടറി ക്ലച്ചിൻ്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഈ വാഹനം റീസ്റ്റോർ ചെയ്യാൻ സമയത്ത് ഇതിൻ്റെ കറണ്ട് ഓണർ ഈ സ്റ്റിക്കർ അവൈലബിൾ അല്ലാഞ്ഞിട്ട് ഇത് സോഴ്സ് ചെയ്യാനായിട്ട് 1500 രൂപ മുടക്കിയാണ് ഈ സ്റ്റിക്കർ രണ്ടാമത് വാങ്ങിച്ചു വെച്ചത്. ഹീറോ ഹോണ്ട സ്ട്രീറ്റ് ലോഞ്ച് ചെയ്തതിൻ്റെ ആ ഒരു ചുവട് പിടിച്ച് TVSഉം ജൈവ് എന്ന് പറഞ്ഞൊരു വാഹനം ലോഞ്ച് ചെയ്യുകയുണ്ടായി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ഈ പറഞ്ഞ പോലെ ക്ലിക്കായില്ല മാർക്കറ്റിൽ. സ്ട്രീറ്റും അങ്ങനെ ഭയങ്കര പോപ്പുലർ അല്ലായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു എന്നുള്ളത് മാത്രമാണ്. ശരിക്കും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള വാഹനമാണ്. അങ്ങനെ പണിയൊന്നും വരുന്നതല്ല, മെയിൻ്റനൻസ് ഫ്രീ എന്ന് തന്നെ പറയാം. ഇത് urban വെഹിക്കിൾ ആയിട്ടാണ് ലോഞ്ച് ചെയ്തതെങ്കിലും ശരിക്കും ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ഭയങ്കര റഗഡാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യൻ റോഡ്സിൻ്റെ കണ്ടീഷനൊന്നും ഇന്നത്തെ പോലെ അത്ര നല്ലതല്ലായിരുന്നു. അപ്പം റഫ് ടെറൈൻസിൽ കൂടെയും ടാർമക്ക് അല്ലാത്ത റോഡ്സിൽ കൂടെയും ഒക്കെ നന്നായിട്ട് ഇത് പെർഫോം ചെയ്യുമായിരുന്നു. തായ്ലൻഡിലൊക്കെ ഇത് ഇപ്പോഴും ഒരു ഡെയിലി യൂസായിട്ട് യങ്സ്റ്റേഴ്സ് പോലും കൊണ്ട് നടക്കുന്ന ഒരു വാഹനമാണ്. അവർ ഇത് ഭയങ്കര ഹെവിലി മോഡിഫൈ ചെയ്തിട്ടാണ്, ഗ്രാഫിക്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടും വേറെ വൈബ്രൻറ്റ് കളേഴ്സ് ഒക്കെ പെയിൻറ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നത് കാണാം. ഈ ഹീറോ ഹോണ്ട സ്ട്രീറ്റ് ഒരു 90% അല്ലെങ്കിൽ 95% ഇപ്പോഴും ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിലാകെ ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്ന് പറയാനായിട്ട് ഈ ഫ്രണ്ടിലുള്ള ഈ ഗ്രാഫിക്സ് മാത്രമാണ്. മിറേഴ്സ് ആയാലും മറ്റ് എല്ലാ കമ്പോണൻസും ഇതിന് കമ്പനി OE ആയിട്ട് വന്നത് പോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ ഈ ഒരു പോർഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്പർ പ്ലേറ്റിനോട് ചേർന്നുള്ള ഈ പോർഷൻ ഇതിലൊരു ബാസ്ക്കറ്റ് മൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പം അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ, വെജിറ്റബിൾസോ അങ്ങനെയുള്ളതൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് പോകാം. പക്ഷേ ഇതിൽ ഇപ്പോൾ കാണുന്ന സ്കൂട്ടറേറ്റ്സിൻ്റെ പോലെ ഒരു പിന്നെ ലഗേജ് സ്പേസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ബൈക്ക് ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവരുടെ ഒരു പ്രിഫേർഡ് വാഹനമാണ്. ഇപ്പോഴും നമുക്ക് ഒരുപാട് സ്റ്റോറീസ് അങ്ങനെ കേൾക്കാം. ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾ ഹീറോ ഹോണ്ട സ്ട്രീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇപ്പം ലേഡീസിൻ്റെ ഒരു പ്രിഫേർഡ് സെഗ്മെൻ്റ് ആണ് സ്കൂട്ടറേറ്റ്സ്, ഗിയർലെസ് സ്കൂട്ടേഴ്സ്. പക്ഷേ തൃശ്ശൂർ സൈഡിലൊക്കെ ഇപ്പോഴും ഒരുപാട് ലേഡീസ് ഈ ഹീറോ ഹോണ്ട സ്ട്രീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ അവർ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നത് അവർ ഡിസ്പോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതാകാം. പിന്നെ മുമ്പ് യൂസ് ചെയ്തിരുന്നവരുടെ നെക്സ്റ്റ് ജനറേഷൻ, അവരുടെ പേരൻസ് യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അമ്മമാർ യൂസ് ചെയ്തിരുന്ന സ്ട്രീറ്റ് ഈ മക്കളായിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് തൃശ്ശൂർ സൈഡിൽ പോയാൽ കാണാൻ പറ്റും. ഇത് വൺസ് ഉപയോഗിച്ചവർക്ക് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പല സ്റ്റോറീസും നമ്മൾ കേട്ടിട്ടുണ്ട്. കൽക്കട്ടയിൽ ഒരു അധ്യാപകൻ്റെ അടുത്ത് 3 ഹീറോ ഹോണ്ട സ്ട്രീറ്റ് ഉണ്ട്. അദ്ദേഹം ആ കാലത്ത് എടുത്തതാണ്. അപ്പം ഒരെണ്ണം കേടായപ്പം മറ്റൊരു സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് മൂന്നാമത് ഒരെണ്ണം വാങ്ങിച്ചു. അപ്പം പഴയത് 2 സ്പെയർ ആയിട്ട് അദ്ദേഹം കീപ്പ് ചെയ്യാണ്. അതായത് ഈ മെയിൻ വാഹനത്തിൻ്റെ എന്തെങ്കിലും പാർട്സിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ആ പഴയ വാഹനത്തിൽ നിന്ന് എടുത്ത് ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അത്രയും ഒരു ബ്രാൻഡ് ഇക്വിറ്റി ഈ വാഹനത്തിനോടുണ്ട്. 27 വർഷം പഴക്കമുള്ള ഈ വാഹനത്തിന് ഇപ്പോഴും ഒരു 60 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്.
ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 11 ലിറ്റർ ആണ്. ഹീറോ ഹോണ്ട സ്ട്രീറ്റിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.